നേരത്തെ സേതു പറഞ്ഞ പോലെ ഇവിടെ നമുക്കറിയാം ഏറെക്കാലം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി, പിന്നീട് തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ട് നമുക്കിടയിൽ വളരെ സജീവമായ അദ്ദേഹം ഉണ്ടായിരുന്നു. കാലത്തൊക്കെ നമ്മളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തിയാണ് ശ്രീ TP രാമകൃഷ്ണൻ. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബുമായി അദ്ദേഹം വളരെ നല്ല ബന്ധമാണ് കാലം അത്രയും സൂക്ഷിച്ചത്. നമുക്കറിയാം, അദ്ദേഹം മന്ത്രിയായ സമയത്ത് ഇവിടെ ഇതേപോലെ മീറ്റ് പ്രസിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് നമ്മുടെ കുടുംബമേളയുടെ ഉദ്ഘാടകനായി അദ്ദേഹം എത്തിയിരുന്നു. അദ്ദേഹം ഈ LTF-ന്റെ കൺവീനറായി ചുമതലയേറ്റിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് നമ്മോട് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അതിനുശേഷം ചോദ്യങ്ങളാവും. അദ്ദേഹം സംസാരിക്കും. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോഴിക്കോട്ടെ പത്രപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ, അവരുമായിട്ടൊരു അഭിമുഖം നടത്താൻ അവസരമുണ്ടാക്കിയതിൽ ഇതിന്റെ ഭാരവാഹികളെ ഞാൻ ആദരവോടെ സ്മരിക്കുന്നു. ഞാൻ കോഴിക്കോട് തന്നെയാണ് ദീർഘകാലമായി എൻ്റെ പാർട്ടി ജീവിതം കഴിച്ചുകൂട്ടിയത്. ഇവിടെ ഞാൻ CITU-വിന്റെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം കോഴിക്കോട്ടുള്ള പത്രപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തി പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും വ്യത്യസ്ത ആശയവും നിലപാടുകളും എല്ലാം എടുക്കുന്ന പത്രപ്രവർത്തകരാണ്. ഒരിക്കൽ പോലും അവരുമായിട്ട് അകന്നു നിൽക്കാനുള്ള ഒരു അവസരം എന്റെ ഇവിടുത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അന്നത്തെ പലരും ഇന്നില്ല. പുതിയ ആളുകൾ മാറി മാറി വരുന്നുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ കോഴിക്കോട്ടെ പത്രപ്രവർത്തകരുമായി എല്ലാ സന്ദർഭങ്ങളിലും നല്ല ഹൃദയബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പത്രപ്രവർത്തകരാണ് അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. അതിനനുസരിച്ചുള്ള നിലപാട് ഞാൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നും ആ ബന്ധം ദൃഢമായി മുമ്പോട്ട് പോകണമെന്ന് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ആ നിലയിൽ ചർച്ച നടത്തി, വിമർശനം നടത്തി, വ്യക്തത വരുത്തി പോവുകയാണ് നമ്മുടെ ബന്ധം കുറച്ചുകൂടി ദൃഢമാക്കുന്നതിന് സഹായകരമാവുന്നത്. ആ നിലയിൽ കോഴിക്കോട്ടെ പ്രവർത്തകരുമായി ഇവിടെ ഒരു ആശയവിനിമയം നടത്താൻ അവസരമുണ്ടായതിലുള്ള എൻ്റെ നന്ദി ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. ഭാവിയിലുള്ള എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ സഹകരണം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം.